നമസ്കാരം. ശ്രീറാം വെങ്കിട്ടരാമൻ, ദേവികുളം സബ് കളക്ടർ, IAS പട്ടികയിലെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ. ആരുടെയും പിണിയാളല്ല, അടിയറവ് പറയുന്ന ആളുമല്ല. മൂന്നാറിലെ റിസോർട്ട് മാഫിയയ്ക്ക് അതുകൊണ്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പാറമട മുതലാളിമാർക്ക് മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. ക്വാറി ലോബിക്കും അതുകൊണ്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കയ്യേറ്റക്കാർക്കും ക്വാറിക്കാർക്കും ശ്രീറാം വെങ്കിട്ടരാമൻ വിലങ്ങ് തടിയാകുന്നത് മനസ്സിലാക്കാം. CPM-ന് എന്തുകൊണ്ടാണ് വിമ്മിട്ടം? CPI-ക്ക് എന്തുകൊണ്ടാണ് സ്വസ്ഥത കുറവ്? റിസോർട്ട് മാഫിയയെ തൊട്ടാൽ CPM MLA-ക്ക് പൊള്ളുന്നത് എന്തുകൊണ്ട്? ക്വാറിക്കാരെ തൊട്ടാൽ ഇടുക്കിയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊള്ളുന്നത് എന്തുകൊണ്ട്? പുറത്തു പറയുന്നത് പക്ഷേ പാവപ്പെട്ടവരുടെ പട്ടയ പ്രശ്നം. റിസോർട്ടുകാരും ക്വാറിക്കാരും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു മല കയറി വന്നവരെ. മല പോലെ വന്ന് എലി പോലെ പോയവരുടെ പട്ടിക നോക്കിയാൽ അത്തരക്കാരെ കാണാം. ആ പട്ടികയ്ക്ക് അപവാദമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. മൂന്നാർ മാഫിയയ്ക്ക് മൂക്ക് കയറിടാൻ മുതിർന്നവരൊന്നും മനസ്വസ്ഥതയോടെ മലയിറങ്ങിയിട്ടില്ല. VS-ന്റെ പൂച്ചകൾ പലരുടെയും പൂച്ച് പുറത്താക്കിയപ്പോൾ പോയ പോലെ പടിയിറങ്ങി. ശ്രീറാമിനും കല്ലേറു കൊള്ളേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇടുക്കി CPM-ന്റെ ഇടഞ്ഞു നിൽപ്പ് ശ്രീറാം വെങ്കിട്ടരാമനെ വീഴ്ത്തുമോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ശ്രീറാം വെങ്കിട്ടരാമന്റെ മൂന്നാർ ദൗത്യവും ആദ്യത്തെ ദൗത്യം പോലെ എങ്ങുമെത്താതിരിക്കുമോ? 2. നിലയ്ക്ക് നിർത്തേണ്ടത് നിയമലംഘകരെയോ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനെയോ? 3. മൂന്നാർ മാഫിയയ്ക്കെതിരെ നടപടിയെടുത്താൽ ഇടുക്കിയിലെ CPM-ന് സഹിക്കാത്തതെന്തുകൊണ്ട്? 4. നിയമലംഘനങ്ങൾ നിയന്ത്രിച്ചാൽ മതിയെന്ന പാർട്ടി നിലപാട് പിന്തുണയ്ക്കുന്നതാരെ? 5. VS-ന്റെ പൂച്ചകളെ വീഴ്ത്തിയ CPI ശ്രീറാമിനെ വാഴ്ത്തുന്നതെന്തുകൊണ്ട്? 6. ശ്രീറാമിനെ മാറ്റണമെന്ന CPM-ന്റെ ഉള്ളിലിരിപ്പ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മേൽക്കൈ നേടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ശനിയാഴ്ചയിലെ പ്രധാന വാർത്തകൾ. SSLC കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷ റദ്ദാക്കി. പുതിയ കണക്ക് പരീക്ഷ 30-ന്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകൻ മലപ്പുറത്തെ സ്വകാര്യ സ്ഥാപനത്തിന് ചോർത്തി നൽകിയെന്ന് കണ്ടെത്തി. മൂന്നാറിൽ CPM CPI തർക്കം നേർക്കുനേർ. റവന്യൂ മന്ത്രിക്ക് പക്വതയില്ലെന്ന് S രാജേന്ദ്രൻ MLA. CPI പിന്തുണയുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ വരുന്നതുവരെ പ്രശ്നങ്ങളില്ലായിരുന്നെന്നും രാജേന്ദ്രൻ. നിയമാനുസൃതമായി കയ്യേറ്റമൊഴിപ്പിക്കുമെന്ന് വനം മന്ത്രി. VS-ഉം ചെന്നിത്തലയും മൂന്നാറിലേക്ക്. MM ഹസന് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. നാളെ പദവി ഏറ്റെടുക്കും. പ്രവർത്തകരുടെ പിന്തുണയോടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് ഹസൻ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാണി എത്തുന്നതോടെ മുന്നണി ബന്ധം വഴിത്തിരിവിലെത്തുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പോലീസിന്റെ പ്രവർത്തനത്തിൽ ജാഗ്രത വേണമെന്ന് CPM സംസ്ഥാന സമിതി. പോലീസുകാരിലെ കോൺഗ്രസുകാരും RSSകാരും നീതിയുക്തമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിൽ പാളിച്ചയെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനം. കാരണം അവരെ സ്വാഗതം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സ്വീകരിക്കാവുന്ന ഒരിടം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ്. കേരളത്തിൽ BDJS-ന് യോജിക്കാവുന്ന മുന്നണി LDF ആണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. BJPക്ക് നിലവിൽ BDJS-നോട് ഐത്തമാണെന്നും വെള്ളാപ്പള്ളി മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യമുത്തരത്തിൽ. മിഷേലിന്റെ മരണത്തിൽ ക്രോണിനെതിരെ പോക്സോ ചുമത്തിയ നടപടിക്കെതിരെ ഹൈക്കോടതി. പോക്സോ നിലനിൽക്കുമോ എന്ന ചോദ്യം. വയനാട് തലപ്പുഴയിൽ 3 LP സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു. കൊണ്ട്രയിൽ 14-കാരന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ധർമ്മശാല ടെസ്റ്റിൽ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 300 റൺസിന് പുറത്ത്. അരങ്ങേറ്റ ടെസ്റ്റിൽ കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. സ്റ്റീവ് സ്മിത്തിന് പരമ്പരയിലെ 3ാം സെഞ്ചുറി. ഒരു സീസണിൽ കൂടുതൽ വിക്കറ്റ് നേട്ടത്തിന്റെ റെക്കോർഡ് അശ്വിന്. ശ്രീറാം വെങ്കിട്ടരാമൻ വിലങ്ങ് തടിയാകുന്നതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മൂന്നാറിലേക്കുള്ള നിയമസഭാ സമിതിയിലെ അംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര MLA, ആദ്യ മൂന്നാർ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത K സുരേഷ് കുമാർ IAS, പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവ് എന്നിവർ. ദേവികുളം MLA CPM നേതാവ് S രാജേന്ദ്രൻ
ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.